Children, 2 വർഷം മുൻപ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ the first chapter living world ആയിരുന്നു അല്ലേ? In the living world, we are studying the living organisms are evolved. They showing a self-replicating evolving system and self-regulating interactive system, and they are able to respond to external stimuli. Angane, a group of organisms from simple to complex levels, they attain and they occupy the whole world. Angane undayadana ee different forms of life in the world. That is the biodiversity. നമുക്കറിയാം ബയോഡൈവേഴ്സിറ്റി അപ്പോൾ റിസൾട്ടഡ് ഫ്രം the cooperation and conflict between different species. The plants, animals, bacteria, fungi, like microorganisms, they all are linked to each other. They are evolved from a common ancestor, and they are evolved as well as they are linked to each other in terms of എന്തിന്റെ പേരിലാണ് ഇവരൊക്കെ തമ്മിൽ ബന്ധമുള്ളത്? As for their own existence, that is food chain, food web. അങ്ങനെ they are all related and they are self-replicating and evolving. A group of organisms which are interrelated with the food chain and food web. ഇങ്ങനെയാണ് ഈ ബയോഡൈവേഴ്സിറ്റി ലോകത്ത് ഉണ്ടായത്. അപ്പൊ ഈ ബയോഡൈവേഴ്സിറ്റി ഉണ്ടായത് എവിടെന്നാ? ഫ്രം എ ഡിസ്റ്റന്റ് പാസ്റ്റ്, എത്രയോ കാലം വർഷങ്ങൾക്ക് മുൻപാണ്. ആൻഡ് ഇറ്റ് പോയിന്റ്സ് ടുവേർഡ്സ് ദ ഫ്യൂച്ചർ. എന്താ കാരണം? ഇനി ഈ ലോകം നിലനിൽക്കണമെങ്കിൽ ഹ്യൂമൻ എക്സിസ്റ്റൻസ് മാത്രമല്ല, എല്ലാ ജീവികളും നിലനിൽക്കണം അല്ലെ? അപ്പൊ ലോസ് ഓഫ് വൺ സ്പീഷീസ് ഇൻ ദ എക്കോസിസ്റ്റം എഫക്ട് ദ സർവൈവൽ ഓഫ് അതർ സ്പീഷീസ്. ഏതെങ്കിലും ഒരെണ്ണം നഷ്ടപ്പെട്ട അത് മറ്റുള്ളവയുടെ എക്സിസ്റ്റൻസിന് തന്നെ, സർവൈവലിന് തന്നെ എഫക്ട് ചെയ്യും. അതുകൊണ്ട് ഹെൻസ് ദ എക്സിസ്റ്റൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ഈസ് മസ്റ്റ്. That is our point. Biodiversity starts in the distant past and it points towards the future. അങ്ങനെ നോക്കുമ്പോൾ ബയോഡൈവേഴ്സിറ്റി ഈസ് അവർ ലൈഫ്. നമ്മുടെ ജീവിതം തന്നെ ബയോഡൈവേഴ്സിറ്റിയാണ്. എല്ലാതരം ജീവികളെയും നമുക്ക് കാണണം ഇൻ ദ വേൾഡ്. ബയോ മീൻസ് ലൈഫ് ആൻഡ് ഡൈവേഴ്സിറ്റി മീൻസ് വെറൈറ്റി. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഈസ് ദ വെറൈറ്റി ഓഫ് ലിവിംഗ് ഫോംസ് പ്രസന്റ് ഓൺ എർത്ത് and the essential interdependence present between them. അവർ തമ്മിൽ കാണുന്ന ഇന്റർഡിപെൻഡൻസ് ഏതിന്റെ രൂപത്തിലാണ്? ഇൻ ദ ഫോം ഓഫ് കോൺഫ്ലിക്റ്റ് ആൻഡ് കോഓപ്പറേഷൻ. അങ്ങനെയാണ് നമുക്കറിയാം സിമ്പിൾ ഫോംസ് ആർ ഇവോൾവ്ഡ് ടു ഡൈവേഴ്സ് വെറൈറ്റീസ്. അതിന് ഡെഫിനിഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ദ ടേം ബയോഡൈവേഴ്സിറ്റി വാസ് കോയിൻഡ് ബൈ ഇൻ 1986 ബൈ വാൾട്ടർ ജി റോസൻ. പക്ഷെ പിന്നീട് 1992 റിയോ ഡി ജനേറിയോയിൽ നടന്ന എർത്ത് സമ്മിറ്റ്, ഒരു മൂന്നാമത്തെ എർത്ത് സമ്മിറ്റ്, അതിലാണ് ബയോഡൈവേഴ്സിറ്റിയുടെ നല്ലൊരു ഡെഫിനിഷൻ വന്നത്. ആൻഡ് 1998 IUCN ഒരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യമല്ല, എങ്കിലും പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ നമ്മൾ ജസ്റ്റ് ബയോഡൈവേഴ്സിറ്റി എന്താ ചോദിച്ചാൽ എന്താ പറയേണ്ടത്? ഇറ്റ് ഈസ് ദ വെറൈറ്റി ഓഫ് ലിവിംഗ് ഫോംസ് പ്രസന്റ് ഓൺ എർത്ത്. It is the variety of living forms present on earth. അവരെങ്ങനെയാണ് ഡിപ്പെൻഡ് ചെയ്തേക്കുന്നത്? അവരെങ്ങനെയാണ് ഇവോൾവ് ചെയ്തേക്കുന്നത്? They are related in terms of food chain and food web. Okay, the conflict and cooperation exist in terms of food chain and food web. അതാണ് ബയോഡൈവേഴ്സിറ്റി. നമുക്ക് ബയോഡൈവേഴ്സിറ്റിയെ ഡിഫറെന്റ് ലെവൽസിൽ കാണാം. നമുക്ക് that examples of diversity ഒന്ന് ആദ്യം നോക്കാം. ഇൻ ദ വേൾഡ് എന്തെല്ലാം തരം ഡൈവേഴ്സിറ്റി ഉണ്ട്? കുറച്ച് എക്സാമ്പിൾസ് നമ്മുടെ ടെക്സ്റ്റ് പറയുന്നുണ്ട്. Around 20,000 species of ants are present.
നമുക്ക് നമ്മളുടെ വീടിന് ചുറ്റിനുമുള്ള കുറച്ച് ആന്റ് സ്പീഷീസ് നിങ്ങളുടെ കൂട്ടുകാർ തന്നെ കളക്ട് ചെയ്ത് തന്നതാണ്. ഡിഫറെന്റ് ആന്റ് സ്പീഷീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ദ ബീവർ ആന്റ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു സോഷ്യൽ ബിഹേവിയർ കാണിക്കുന്ന ഒന്നാണ് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഏതൊരു ആന്റ് ഗ്രൂപ്പ് എടുത്താലും നിങ്ങൾക്ക് അത് മനസ്സിലാവാൻ സാധിക്കും. അപ്പൊ ഡൈവേഴ്സിറ്റി ഓഫ് ആൻസ്, എത്ര തരം ആൻസ് നിങ്ങളുടെ വീടിന്റെ ചുറ്റിനുണ്ട് എന്ന് നല്ലൊരു ഒബ്സർവേഷൻ നടത്തി നോക്കാം. ഇപ്പൊ ഡൈവേഴ്സിറ്റി ഓഫ് ആൻസ് ഇൻ ദ വേൾഡ് എത്ര തരം ഉണ്ട്? 20,000 സ്പീഷീസ് ഉണ്ട്. അതിൽ എത്ര സ്പീഷീസ് ഉണ്ട് നിങ്ങളുടെ വീടിന്റെ ചുറ്റിനും? ഓക്കെ. ദെൻ ബീറ്റിൽ, നമുക്കറിയാം ഇൻസെക്ട്സ് വരുന്ന ഗ്രൂപ്പാണ് ബീറ്റിൽ. 3 lakh സ്പീഷീസ്, ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി കാണുന്ന ഒരു ഗ്രൂപ്പാണ് ആർത്രോപോഡ്സ് വരുന്ന ഇൻസെക്ട്സ്. ദെൻ ഫിഷസ് 28,000 സ്പീഷീസ്. ഓർക്കിഡ്സ് 20,000 സ്പീഷീസ്. അപ്പൊ ചിലപ്പോൾ ഇത് എക്സാമിന് വല്ല മാച്ച് ദ ഫോളോയിങ്ങോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം, ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പൊ ബയോഡൈവേഴ്സിറ്റി ഇൻവോൾവ്സ് റിച്ച് വെറൈറ്റി ഓഫ് ലിവിങ് ഓർഗാനിസംസ്. നമ്മൾ എന്ത് പറഞ്ഞു? ദേ ആർ ഓൾ ഇവോൾവ്ഡ് ഫ്രം എ കോമൺ ആൻസിസ്റ്റർ ആൻഡ് ഓൾ ആർ ഷെയർ ഡിഫറെന്റ് റോൾസ് ഇൻ ദ എക്കോസിസ്റ്റം അല്ലെ? ഫുഡ് വെബ്, ഫുഡ് ചെയിൻ എന്ന രീതിയിൽ ദേ ഷെയർ ഡിഫറെന്റ് റോൾസ്. അതുകൊണ്ട് again the biodiversity is useful to mankind one form or other. പലതരം ഉപയോഗങ്ങൾ നമുക്കുണ്ട് ബയോഡൈവേഴ്സിറ്റി. അപ്പോ നമ്മളുടെ എക്സിസ്റ്റൻസിന് ബയോഡൈവേഴ്സിറ്റി ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബയോഡൈവേഴ്സിറ്റി എവിടെയൊക്കെ കാണാം, ഏതൊക്കെ ലെവലിൽ കാണാം? ഇറ്റ് ഈസ് എക്സിസ്റ്റ് ഇൻ ഓൾ ബയോളജിക്കൽ ലെവൽസ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചതാണ് ഡൈവേഴ്സിറ്റി. ഏതൊക്കെയാ ഡിഫറെന്റ് ലെവൽസ്? ബയോ മോളിക്യൂൾ, ആ മോളിക്യൂൾ കുറെ കൂടിച്ചേർന്നിട്ടാണ് അടുത്ത ലെവൽ വന്നത് ഓർഗനൽസ്. ഓരോ സെല്ലിന്റെയും അകത്തുള്ള ഡിഫറെന്റ് മൈറ്റോകോൺട്രിയ, ഗോൾജി ബോഡി, അങ്ങനെ ഓർഗനൽസ്, അങ്ങനെയുള്ള ഡിഫറെന്റ് ഓർഗനൽസ് കൂടി ചേരുമ്പോഴാണ് ഒരു സെല്ലാകുന്നത്. ആൻഡ് യു ഹാവ് ഐഡന്റിഫൈ, ട്രൈ ടു റിമെമ്പർ ദ ഫസ്റ്റ് തിങ് യു ഹാവ് ഡൺ in our biology class is try to identify different cells. Upon different types of cells, that is the biodiversity exists in that level, and different type of organs and different type of tissues and different type of organs and different type of organ system, and finally the organism. Appo organism ഓരോ ജീവികളെയും അല്ലെങ്കിൽ ഒരു ഓർഗാനിസം എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അതിന്റെ തന്നെ ഡിഫറെന്റ് ജെനറ്റിക് ലെവൽ ദേ ആർ ഡിഫറെന്റ് എന്ന് നമുക്ക് കാണാം. ദാറ്റ് ഈസ് കോൾഡ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി. പിന്നെ നമുക്ക് കാണാം ഡിഫറെന്റ് സ്പീഷീസ് ലെവൽ ഡൈവേഴ്സിറ്റി പ്രസന്റ് ആൻഡ് ഡിഫറെന്റ് എക്കോസിസ്റ്റം ലെവൽ ഡൈവേഴ്സിറ്റി പ്രസന്റ്. അപ്പൊ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ദാറ്റ് അതിന് മുൻപ് ആരാണ് ആദ്യമായിട്ട് ബയോഡൈവേഴ്സിറ്റി ഇത്രയ്ക്കധികം പോപ്പുലറൈസ് ചെയ്തത്? അത് ഒരു സോഷ്യോ ബയോളജിസ്റ്റ് ആണ്, എഡ്വേർഡ് വിൽസൺ. അപ്പൊ നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഇദ്ദേഹത്തിന്റെ പേര് എഡ്വേർഡ് വിൽസൺ. ഇദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. കാരണം അദ്ദേഹമാണ് ആ ബയോഡൈവേഴ്സിറ്റി മാൻകൈൻഡിനും കൂടി ആവശ്യമുള്ളതാണ്, ഒരു ഫിലോസഫി കൊണ്ടുവന്ന ആളാണ് എഡ്വേർഡ് വിൽസൺ. ബയോഡൈവേഴ്സിറ്റി ഡിഫറെന്റ് ലെവൽസ് ഉണ്ട്. ഇതാണ് നമുക്ക് കൂടുതലായിട്ട് എക്സാമിനൊക്കെ ചോദിക്കുന്ന ഒരു പോയിന്റ്. വിച്ച് ആർ ദ ഡിഫറെന്റ് ലെവൽസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി. നമ്മൾ പറഞ്ഞു എല്ലാ ബയോളജിക്കൽ ലെവലിലും കാണുമെന്ന്. ആ ബയോളജിക്കൽ ലെവലിൽ കാണുന്നതിനെ തന്നെ നമ്മൾക്ക് പഠിക്കാനുള്ള ഒരു എളുപ്പത്തിന് കൂടി ഇറ്റ് ഈസ് കാറ്റഗറൈസ്ഡ് ഇൻ ടു 3 ലെവൽസ്. ദേ ആർ ജെനറ്റിക് ലെവൽ, സ്പീഷീസ് ലെവൽ ആൻഡ് എക്കോളജിക്കൽ ഓർ എക്കോസിസ്റ്റം ലെവൽ. ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ ബയോഡൈവേഴ്സിറ്റി ആയിട്ട് ജെനറ്റിക് ലെവൽ. ജെനറ്റിക് ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഓരോ സെല്ലിനകത്തും ഉള്ള ക്രോമസോമിലെ ജീനുകൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജീൻ ജെനറ്റിക് ഡൈവേഴ്സിറ്റി, ജെനറ്റിക് പോളിമോർഫിസം, DNA പോളിമോർഫിസം ഒക്കെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ നമുക്കറിയാം ആ ജെനറ്റിക് ലെവലില് ഡൈവേഴ്സിറ്റി കാണുന്നുണ്ട്. അപ്പൊ എന്താണ് അതിന്റെ ഡെഫിനിഷൻ പറഞ്ഞ? ഇറ്റ് ഈസ് ദ സം ടോട്ടൽ ഓഫ് വെറൈറ്റി ഓഫ് അലീൽസ് ഓഫ് ജീൻസ് ഇൻ എ പോപ്പുലേഷൻ. നമ്മള് ടോൾ പി പ്ലാന്റിന് അലീൽ ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്ന് പഠിച്ചത് ഓർക്കുണ്ട്. അപ്പൊ വെറൈറ്റീസ് ഓഫ് അലീൽസ് പ്രസന്റ് ഫോർ എ സിംഗിൾ ജീൻ ആൻഡ് ഇൻ എ പോപ്പുലേഷൻ. ദെൻ നമുക്കറിയാം കളറ്, ഒരു ഹ്യൂമൻ പോപ്പുലേഷൻ, നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷൻ എടുത്താൽ തന്നെ കളർ ഡിഫറെന്റ് ആണ്. കാരണം എന്താ? അതിലുള്ള അലീൽ കോമ്പിനേഷൻ ഡിഫറെന്റ് ആണ്. അപ്പൊ വെറൈറ്റീസ് ഓഫ് അലീൽസ് ഓഫ് ജീൻസ് ഇൻ എ പോപ്പുലേഷൻ, ഒരു പോപ്പുലേഷനിലെ എല്ലാ പർട്ടിക്കുലർ ജീനിന്റെ എല്ലാ അലീലിനെയും കൂട്ടി
പറഞ്ഞാൽ ആ ടോട്ടൽ ജീൻ ഫ്രീക്വൻസിനെയാണ് എന്ത് പറയാ, ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്ന് പറയാം. എങ്ങനെയാണ് ആ ജെനറ്റിക് ഡൈവേഴ്സിറ്റി തമ്മിൽ ഇത്രയും വ്യത്യാസം ഉണ്ടാവാൻ കാരണം? ദാറ്റ് ഈസ് അത് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് ഡൺ ബൈ മ്യൂട്ടേഷൻ ഓർ ബൈ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് നിങ്ങൾക്ക് കാണാം. എക്സാമ്പിൾസ് ഒന്ന് നോക്കിയാലോ. എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞു, ഡിഫറെന്റ് ഫ്ലവേഴ്സ് അല്ലെങ്കിൽ സ്റ്റെം ഹൈറ്റ്. അതുപോലെ തന്നെ ഇത് ബനാന നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ കണ്ടോ, ചെങ്ങാലിക്കോടൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു പെർട്ടിക്കുലർ പഴയന്നൂർ, ചേലക്കര ആ ഭാഗത്ത് കാണുന്ന ഒരു വെറൈറ്റി ഓഫ് ബനാനയാണ്, നേന്ത്രക്കൊലയാണ്, നേന്ത്രപ്പഴമാണ് ഈ ചെങ്ങാലിക്കോടൻ എന്ന വെറൈറ്റി. കാരണം എന്താ വെച്ചാൽ അവിടുത്തെ ഒരു പെർട്ടിക്കുലർ എൻവയൺമെന്റ്, അവിടെ എന്താണ് ഫെർട്ടൈൽ സോയിൽ അവിടേക്ക് എത്തിച്ചേരും, അടുത്ത് ഉള്ള റിവേഴ്സിൽ നിന്നൊക്കെ. പക്ഷെ അവിടെ നിന്ന് അതിന് എസ്കേപ്പ് ചെയ്ത് പോണ ഒരു ഔട്ട്ലെറ്റ് അവിടെ ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഒരു സോയിലാണ്. അവിടുത്തെ മിനറൽ കണ്ടന്റ് ഒക്കെ ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ആ പഴങ്ങൾക്ക് ഒരു പ്രത്യേക ഗോൾഡൻ കളർ അതിന് വന്നിട്ടുണ്ടാവും. അതിനൊരു ടേസ്റ്റും ഡിഫറെന്റ് ആണ്, ഫ്ലേവർ ഡിഫറെന്റ് ആണ്. പെർട്ടിക്കുലർ ജീൻസ് അതിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. വേറെ എവിടെയും അതിനെ നമ്മളിപ്പോ കൊണ്ടുവന്ന് നട്ടാൽ തന്നെ ആ പർട്ടിക്കുലർ എൻവയൺമെന്റിൽ മാത്രമാണ് ഈ ഫീച്ചേഴ്സ് അതിന് വരുന്നത്. അത് ഒരു ആ ഒരു പർട്ടിക്കുലർ എൻവയൺമെന്റിൽ കാണുന്നു അല്ലെ, അത് ഒരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ആണ്. അപ്പോ നമ്മളിവിടെ പറയുന്ന, നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് റിസർപ്പിൻ എന്ന ഒരു മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ഒരു പ്ലാന്റ് ഉണ്ട്, റൗ വോൾഫിയ വൊമിറ്റോറിയ എന്ന് പറഞ്ഞിട്ട്. എവിടെ കാണുന്നതാണ്? ഹിമാലയൻ റേഞ്ചസിൽ കാണുന്നത്. നമുക്ക് ഒട്ടും ഫെമിലിയർ അല്ല. ഞാൻ അതുകൊണ്ട് ആദ്യം നമുക്ക് ഫെമിലിയർ ഉള്ള ആളെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് റൗ വോൾഫിയ വൊമിറ്റോറിയ, that plant which is present in the Himalayan ranges have a different genetic combination is present. That is why a different concentration and potency of a reserpine is extracted from that particular plant. അതിനെന്താ കാരണം? വേറെ എവിടെയും അതുകൊണ്ട് വളർത്തിയിരുന്നെങ്കിൽ അതേപോലെയുള്ള കോൺസെൻട്രേഷൻ കിട്ടില്ല. കാരണം എന്താ? അതിന്റെ ജെനറ്റിക് കണ്ടന്റ് ഡിഫറെന്റ് ആണ്. അപ്പൊ ജെനറ്റിക് ഡൈവേഴ്സിറ്റി ഈസ് പ്രസന്റ് among the same species or the species present in a particular area, that is called the population. Okay. അതിന് കാരണം എന്താണ്? അതിന്റെ ഇടയിൽ അവിടെ എന്തോ ഒരു മ്യൂട്ടേഷൻ ഒക്കെ നടന്നിട്ടുണ്ടാവാം. അങ്ങനെ ഉരുത്തിരിഞ്ഞുണ്ടായിട്ടുള്ള ഒരു വെറൈറ്റിയാണ്. അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സെക്ഷൽ റീപ്രൊഡക്ഷന്റെ കാര്യമായിരിക്കാം. അങ്ങനെയാണ് ആ ഒരു പർട്ടിക്കുലർ വെറൈറ്റി ഉണ്ടായത്. അതിന് കാരണമായ കുറെ കണ്ടീഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എൻവയൺമെന്റൽ കണ്ടീഷൻസ് ഒക്കെ അതിനെ അവിടെ ആ പോപ്പുലേഷനെ അവിടെ കൊണ്ടുവരാനായിട്ട് കാരണമായിട്ടുണ്ടായിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള ഒരു ഡൈവേഴ്സിറ്റി ലോകത്തുണ്ട് എന്നാണ് പറഞ്ഞത്. ദാറ്റ് ഈസ് ദ ജെനറ്റിക് ഡൈവേഴ്സിറ്റി. ഇങ്ങനെയുള്ള ഡൈവേഴ്സിറ്റി, ഇങ്ങനെ വ്യത്യസ്തമായ ഡൈവേഴ്സിറ്റിയൊക്കെ ഒരേ സ്പീഷീസിൽ തന്നെ കാണുന്നത് എന്തിനാണ്? എന്തുകൊണ്ട് അങ്ങനെ വന്നത്? ദയർ അഡാപ്റ്റേഷൻ അല്ലെ, അതായത് ചേഞ്ച് എൻവയൺമെന്റ് ജീവിക്കാനായിട്ട് അതിന് സാധിച്ചു. അതുപോലെ അങ്ങനെയുള്ള ഒരു പർട്ടിക്കുലർ എൻവയൺമെന്റിൽ അത് ഉള്ളത് കൊണ്ടാണ്, ആ ഒരു പർട്ടിക്കുലർ ജീൻസ് അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇനി എന്തെങ്കിലും ഒരു കാരണത്താൽ അവിടുത്തെ ഒരു എൻവയൺമെന്റ് മാറുകയാണെങ്കിൽ തന്നെ ഒരു പുതിയ ജീൻ വെറൈറ്റി ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? പുതിയ സ്പീഷീസ് ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നത് എന്താ? ഇത്തരത്തിലുള്ള ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ജീൻസ് എക്സിസ്റ്റ് ഇൻ എ സ്പീഷീസ് ആണ്. അങ്ങനെ ഒരു പുതിയ സ്പീഷീസ് ഉണ്ടാവാൻ എന്ത് വേണം? പുതിയ different type of genes must be present among the species. Then only a new species will origin. അപ്പൊ ന്യൂ സ്പീഷീസ് ഉണ്ടാക്കുന്ന പ്രക്രിയയെ സ്പീസിയേഷൻ എന്ന് പറയും. അപ്പൊ സ്പീസിയേഷൻ ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഒരു സ്പീഷീസിൽ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ജീൻസ് വേണം. ഇല്ലെങ്കിൽ എന്താ? ക്ലോൺ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരു ക്ലോൺ ആണെങ്കിൽ എല്ലാ ജീവികളും ഒരേപോലെ ഇരിക്കും. നമ്മൾ എന്തിരൻ എന്ന സിനിമയില് കണ്ടിട്ടുണ്ട് കുറേ പോലെയുള്ള റോബോട്ടുകളെ. അങ്ങനെ ആണ് നമ്മൾ എല്ലാ ജീവികളും എങ്കിൽ പെട്ടെന്നായിരിക്കും നമ്മളുടെ ആ ഒരു സ്പീഷീസ് തന്നെ എക്സ്റ്റിങ്ക്റ്റ് ആയി പോവുക. ഇതിങ്ങനെ ഏതെങ്കിലുമൊക്കെ വെറൈറ്റി എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരെങ്കിലും ആ ഒരു കണ്ടീഷൻസിനെ ഓവർകം ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് ആ ഒരു സ്പീഷീസ് എക്സിസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്പീഷീസ് ജെനറ്റിക് ഡൈവേഴ്സിറ്റി എന്തിനാണ്? ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് സ്പീഷീസ് ഇറ്റ് സെൽഫ്.
as well as the formation of new species. അങ്ങനെ വന്നതാണ് ഡിഫറെന്റ് സ്പീഷീസ്. നോക്കൂ, നമുക്കറിയാം ഡിഫറെന്റ് സ്പീഷീസ് ഓഫ് ഫ്രോഗ്സ് അല്ലെ. അപ്പൊ ആ ഡിഫറെന്റ് ടോട്ടൽ നമ്പർ ഓഫ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഇൻ എൻ എക്കോസിസ്റ്റം. ഒരു എക്കോസിസ്റ്റത്തിൽ ഇത്രയ്ക്കധികം വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഓഫ് ഫ്രോഗ്സ്, നമ്മൾ നേരത്തെ ആൻസിനെ കണ്ടില്ലേ, അതുപോലെ വലിയ കാട്ടിലൊക്കെ ചെന്ന് നോക്കുകയാണെങ്കിൽ കുറെ വെറൈറ്റീസ് ഓഫ് ഫ്രോഗ്സിനെ തന്നെ കാണാൻ പറ്റും. അപ്പോ the total number of species in an ecosystem is called species diversity. The abundance of species in a region എന്നൊക്കെ പറയാം. അപ്പൊ എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു the amphibian diversity present in the Western Ghats is more than Eastern Ghats. Eastern Ghats ഹിമാലയൻ റീജിയനാണ്. നമ്മുടെ നാട്ടിലുള്ള പശ്ചിമഘട്ടങ്ങളിൽ സഹ്യാദ്രിയിലാണ് ഏറ്റവും കൂടുതൽ വെറൈറ്റീസ് ഓഫ് ആംഫിബിയൻസ് കാണുന്നത്. ഓക്കെ. ഇനി ബീറ്റിൽസ് നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കണ്ട ഒരു വെറൈറ്റി സ്പീഷീസ് ഏതാ? ബീറ്റിൽസ് ആണ്. ഇനി ഹൗ ഡിഡ് ഡൈവേഴ്സിഫിക്കേഷൻ, ഇങ്ങനെയുള്ള ഡൈവേഴ്സിഫിക്കേഷന് കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞു, ആ ജനറ്റിക് ഡൈവേഴ്സിറ്റി കയ്യിലുള്ളത് കൊണ്ടാണ് ഓരോ ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ച് ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ഉണ്ടായത്. ആ സ്പീഷീസ് ഉണ്ടാവാൻ ജീവികൾ തമ്മിലുള്ള കോൺഫ്ലിക്റ്റും കോപ്പറേഷനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മോർ അഡാപ്റ്റഡ് വൺ സർവൈവ് ചെയ്തു. And different species are selected by nature and different species are resulted by the evolutionary process. ഇനി എന്തിനാണ് ഇത്രയും സ്പീഷീസ്, ഇങ്ങനെ കുറെ സ്പീഷീസ് എന്തിനാണ്? ദാറ്റ് സ്പീഷീസ്, ഡിഫറെന്റ് സ്പീഷീസ് ഉണ്ടാവാൻ അല്ലെങ്കിൽ എന്തിനാണ് കാരണം? Why these species exist in the world? Species richness, species evenness determines the biodiversity of that area. അങ്ങനെയാണ് ബയോഡൈവേഴ്സിറ്റി ലോകത്ത് ഉണ്ടാവുന്നത്. ഒരു എത്ര തരം സ്പീഷീസ് ഉണ്ട്, ആ ഓരോ സ്പീഷീസും എത്ര എണ്ണം ഇതുണ്ട്, അതിനനുസരിച്ചിരിക്കും. അല്ലാതെ വല്ലാതെ റെയറായ ഒരെണ്ണം ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രം അത് ബയോഡൈവേഴ്സിറ്റി റിച്ച് ആവണമെന്നില്ല. ബയോഡൈവേഴ്സിറ്റി റിച്ച് ആവണമെങ്കിൽ സ്പീഷീസ് ഡൈവേഴ്സിറ്റി വേണം, സ്പീഷീസ് ഈവൻനെസ്സും വേണം, നല്ല ഡിസ്ട്രിബ്യൂഷനും വേണം. ഓക്കെ. ആൻഡ് മോർ സ്പീഷീസ് ഡൈവേഴ്സിറ്റി ഒരു എക്കോസിസ്റ്റത്തിൽ ഉണ്ടെങ്കിൽ, അങ്ങനെ കുറേ സ്പീഷീസ് ഉണ്ടെങ്കിൽ, ഈവൻനെസ്സും നല്ലോണം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? ആ എക്കോസിസ്റ്റം നല്ലൊരു സ്റ്റേബിൾ ആണ്, പ്രൊഡക്റ്റീവ് ആണ് എന്ന് പറയും. അപ്പൊ ഒരു എക്കോസിസ്റ്റം പ്രൊഡക്റ്റീവും സ്റ്റേബിളും ആവണമെങ്കിൽ എന്താവശ്യമാണ്? സ്പീഷീസ് റിച്ച്നെസ്, വെറൈറ്റീസ് ഓഫ് സ്പീഷീസ് ആവശ്യമാണ്. അങ്ങനെയാണ് ഒരു എക്കോസിസ്റ്റംസ് ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള എത്ര തരം എക്കോസിസ്റ്റം ഉണ്ട് ഇൻ ദ ബയോസ്ഫിയർ? The sum total of varieties of ecosystem in the world is called ecological diversity. That example, ecological diversity is that different type of rainforest, mangrove, and different type of ecosystem diversity is present. India has more ecological diversity than Scandinavian countries like Norway. നമ്മൾ ഒരു ട്രോപ്പിക്കൽ റീജിയനിലായതുകൊണ്ടാണ് അവിടുത്തെ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് വെരി സ്യൂട്ടബിൾ ഫോർ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് എക്കോസിസ്റ്റംസ്. മാംഗ്രൂവ് ഫോറസ്റ്റ് കണ്ടൽ കാടുകൾ, നമ്മളുടെ എന്താണ് എസ്റ്ററീസിലൊക്കെ കാണുന്ന നമ്മളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്കോസിസ്റ്റമാണ് മാംഗ്രൂവ് ഫോറസ്റ്റ്. ദെൻ ഡെസേർട്ട് അല്ലെ, വളരെ വ്യത്യസ്തമായ വേറൊന്നാണ് ഡെസേർട്ട് പറയുമ്പോൾ. അതുപോലെ തന്നെ വെറ്റ് ലാൻഡ്സ്, ഗ്രാസ് ലാൻഡ്സ്, കേവ്സ്, ഓഷ്യൻസ്. എന്തിന്? നമുക്കറിയാം ഒരു ഡിഫറെന്റ് എക്കോസിസ്റ്റംസ്. നല്ലൊരു റെയിനി സീസൺ ആണെങ്കിൽ കെട്ടിക്കിടക്കുന്ന ചെറിയ ഇലക്കുമ്പിളിൽ പോലും അല്ലെങ്കിൽ ഒരു ചിരട്ടയുടെ ഉള്ളിൽ പോലും ഒരു എക്കോസിസ്റ്റം ഉണ്ടാവുമെന്ന് നമുക്കറിയാം. അപ്പോൾ എക്കോസിസ്റ്റം വളരെ വെറൈറ്റീസ് ഓഫ് എക്കോസിസ്റ്റം, വളരെ ചെറുതായിക്കോട്ടെ, എന്നാൽ കോറൽ റീഫ്സ്, അതുപോലെ ഓഷ്യൻ ഡെപ്ത്, ബെൻഡിക് ഓഷ്യൻ, and different varieties of ecosystems are present. ഈ ത്രീം എക്കോസിസ്റ്റംസ് എങ്ങനെയാണ് വന്നത്, എങ്ങനെ ഉണ്ടായത്? അതാത് സ്ഥലത്തെ ബയോട്ടിക് എബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എബയോട്ടിക് ഫാക്ടേഴ്സ്, ക്ലൈമാറ്റിക് കണ്ടീഷൻസ്, pH, salinity ആൻഡ് ടെമ്പറേച്ചർ എല്ലാം ഡിഫറെന്റ് ആയിരിക്കും ഓരോ സ്ഥലത്തെ. അപ്പൊ അതിനനുസരിച്ച എബയോട്ടിക് ഫാക്ടേഴ്സ് വെച്ച് അവിടെ കാണുന്ന ബയോട്ടിക് factors that are the cooperation, conflict എന്നുള്ള ഡിഫറെന്റ് സ്പീഷീസ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണ് ഓരോ എക്കോസിസ്റ്റവും രൂപപ്പെടുന്നത്. എന്തിനാണ് ഈ എക്കോസിസ്റ്റം ഇങ്ങനെ ഡിഫറെന്റ് എക്കോസിസ്റ്റം ഉള്ളത് വേൾഡില്? നമ്മളുടെ സസ്റ്റൈനബിലിറ്റിക്ക് തന്നെ. എല്ലാ ലൈഫ് ഫോമും എക്സിസ്റ്റ് ചെയ്താൽ മാത്രമേ ഹ്യൂമൻ ബീങ്ങും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
Biodiversity has a major role for our own existence. It gives direct food, economic matters, food, medicine, cloth, അങ്ങനെ നമുക്ക് പല എക്കണോമിക് വാല്യൂസും തരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇമ്മെഷറബിൾ വാല്യൂസ് തരുന്നുണ്ട് അല്ലെ, ബെനിഫിറ്റ്സ് തരുന്നുണ്ട്. ഇപ്പൊ ഓക്സിജൻ നമുക്കറിയാം, ആമസോൺ ഫോറസ്റ്റ് ആണ് ലങ്സ് ഓഫ് ദ പ്ലാനറ്റ് ആയിട്ട് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഡീടോക്സിഫൈ, മിക്ക മൈക്രോ ഓർഗാനിസംസ് നമ്മുടെ എൻവയോൺമെന്റിനെ ഡീടോക്സിഫൈ ചെയ്യുന്നുണ്ട്, റീസൈക്ലിംഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതൊന്നും നമുക്ക് മെഷർ ചെയ്യാൻ പറ്റാത്ത അത്രയും ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മൾ എല്ലാത്തിനെയും ഒരു എന്താ പറയാ, ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉണ്ട് എന്ന് നമുക്കറിയാം. നമ്മളും ഒരു പാർട്ടാണ്. നമ്മളോടൊപ്പം ജീവിക്കുന്നതാണ് മറ്റ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ് ആൻഡ് ദ ഹോൾ ലൈഫ്. അതുകൊണ്ട് അവർക്കും ഈ ലോകത്ത് ജീവിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാം ഒന്നാണ് എന്നൊരു കോൺസെപ്റ്റാണ് ബയോഡൈവേഴ്സിറ്റി നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. താങ്ക് യു ചിൽഡ്രൻ.